നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇനിയിപ്പോൾ ചെമ്മീൻ ഇടാം. ചുവന്നുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചെമ്മീൻ ഇടണം. ചെമ്മീൻ ഇട്ടൊന്ന് തിളച്ചതിന് ശേഷം മറ്റേ പുളിവെള്ളം ഒഴിക്കാം. കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കാം. ഒരു 5 മിനിറ്റ് മൂടി വെച്ചിട്ട് കത്തിക്കാം. ഓക്കെ, ഒന്നുകൂടി തിളച്ചാൽ നമുക്ക് അതിടാം. കുടമ്പ്. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാലിട്ട് മുളകിട്ട കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നോക്കാം. ഇതാണ് നമ്മുടെ തേങ്ങാപ്പാലിട്ടുള്ള മുളകിട്ടുള്ള കറി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുക, കഴിക്കുക, അഭിപ്രായങ്ങൾ പറയുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഷെയർ ചെയ്യുക. അഭിപ്രായങ്ങളും അറിയിക്കുക കമൻ്റായിട്ട്. ഓക്കെ. തൃശ്ശൂർ ബൈറ്റ്സിൻ്റെ ഷാജിമാർ രുചിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് 1/2 കിലോ നല്ല ചെമ്മീൻ ക്ലീൻ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. ഹലോ, ഷാജിമാവൻ തൃശ്ശൂർ ബൈറ്റ്സിൻ്റെ രുചിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ തയ്യാറാക്കാൻ പോകുന്നത് ചെമ്മീൻ മുളകിട്ട് തേങ്ങാപ്പാൽ ഇട്ടുള്ള കറി. ഓക്കെ. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് 1/2 കിലോ നല്ല ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. ക്ലീൻ ചെയ്ത് വെച്ചത് 1/2 കിലോ. അത് തേങ്ങാപ്പാൽ വെച്ചിട്ടുള്ള നല്ല മുളകിട്ടുള്ള കറി. ഓക്കെ. അതിൽ 3 സ്പൂൺ കാശ്മീരി മുളക്, 1.5 സ്പൂൺ എരിവുള്ള മുളക്, മഞ്ഞൾപ്പൊടി 1 സ്പൂൺ, മല്ലിപ്പൊടി 2 സ്പൂൺ, 1 തക്കാളി, 1 കഷ്ണം ഇഞ്ചി, കുറച്ച് പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വേപ്പില, പിന്നെ കുറച്ച് ചുവന്നുള്ളി അവിടെ നന്നാക്കി വെക്കണം. അത് പിന്നെ 1 മുറി തേങ്ങയുടെ പാലും, പിന്നെ കുടംപുളി വെള്ളത്തിലിട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഞാൻ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ചെമ്മീൻ കറിക്കുള്ള മസാലകൾ ഇടണം. ആദ്യം മസാല, വെജിറ്റബിളും ഇതൊക്കെ വലിക്കിടേണ്ടതാണ്. ഈ കാണുന്ന മസാലകളൊക്കെ എടുത്തിട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതെല്ലാം ഞാൻ അതിലിട്ടിരുന്നു. ഓക്കെ. ആവശ്യത്തിന് നല്ല വെള്ളം ഒഴിക്കണം. നല്ല ശുദ്ധമായ വെള്ളം ഒഴിക്കണം. ശുദ്ധമായ വെള്ളമൊഴിച്ച് നന്നായി വാരി പിന്നെ അടുപ്പത്ത് വയ്ക്കുക. അതിലെല്ലാതും ഉണ്ട്, ഉപ്പ് എല്ലാതും ഇട്ടിട്ടുണ്ട്. അത് നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് കുടംപുളി ഇട്ടുള്ള ചാറും കുടംപുളിയും ഒഴിക്കണം. ഓക്കെ. അതിന് ശേഷം ഫിഷ് ഇടണം. അത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇനിയിപ്പോൾ ചെമ്മീൻ ഇടാം. ചുവന്നുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചെമ്മീൻ ഇടണം. ചെമ്മീൻ ഇട്ടൊന്ന് തിളച്ചതിന് ശേഷം മറ്റേ പുളിവെള്ളം ഒഴിക്കാം. കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കാം. ഒരു 5 മിനിറ്റ് മൂടി വെച്ചിട്ട് കത്തിക്കാം. ഓക്കെ. ഒന്നുകൂടി തിളച്ചാൽ നമുക്ക് അതിടാം. കുടംപുളി ഇടാം. അങ്ങനെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. കുടംപുളി ഇട്ടുള്ളത് ഒഴിക്കണം. നാളികേരം റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഒന്ന് ചരുകി പാലെടുക്കണം. അങ്ങനെ നമ്മുടെ ചെമ്മീൻ കറി പാകമായിട്ട് വന്നിട്ടുണ്ട്. മേലേക്ക് 1 മുറി തേങ്ങയുടെ പാലെടുത്തിട്ട് ഒഴിക്കണം. നല്ല ചെറിയൊരു തിള വന്നാൽ ഇറക്കിയിട്ട്
ഉള്ളി, ചെറിയ ചുവന്നുള്ളി, ഒരു 5-8 ചുവന്നുള്ളി എടുത്തിട്ട് കുറച്ച് വേപ്പലി അത് മൂപ്പിച്ച് അതിലിടുക. ഫിനിഷായി. ഏറ്റവും എളുപ്പം ഉണ്ടാക്കുന്ന കറി മീൻ കറിയാണ്. എത്ര പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. എല്ലാം റെഡി ആണെന്ന് ഒരു 10 മിനിറ്റ് മതി. ഓക്കെ. ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. അതൊന്ന് പാകായ തിരി നന്നായി കുറച്ച് വയ്ക്കുക. അതിന് ശേഷം നമ്മുടെ ചുവന്നുള്ളി ഉണ്ട്. ചുവന്നുള്ളി ഗ്യാസിലിട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതാക്കാം. കുറച്ചൊരു മെറൂൺ കളർ വരണം. അങ്ങനെ ഇത് പാകമായിട്ടുണ്ട്. ഇനി നമ്മുടെ ഇത് എടുത്തിട്ട് നമ്മുടെ ഇത് ഇതിലേക്ക് ചെമ്മീൻ്റെ ഇതിലേക്ക് ഒഴിക്കാം. ഓക്കെ. ഇതിങ്ങനെ ഈ വാരി ഒഴിക്കുന്നതാണ് എൻ്റെ ടേസ്റ്റ്. ചെമ്മീൻ തേങ്ങാപ്പാലിട്ട് മുളകിട്ട നല്ല മുളകിട്ടിട്ടുള്ള കറി. ഓക്കെ. അങ്ങനെ നമ്മുടെ നല്ല കുത്തിരിച്ചോറും പാലക്കാടൻ കുത്തിരിച്ചോറും ചെമ്മീൻ മുളകിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചുള്ള കറിയും കൂടിയിട്ട് ഒരു പിടുത്തം പിടിക്കാം. ഓക്കെ. ഉച്ചക്കലത്തെ ഭക്ഷണം റെഡി. ഓക്കെ. അച്ചാറുണ്ട്, കരിവേപ്പിലപ്പട്ടി, ചമ്മന്തിപ്പൊടി ഇതൊക്കെ കൂടിയിട്ട് പപ്പടം കൂടിയിട്ട് അടിച്ച് തമർത്താം. ഓക്കെ. അപ്പം ഇനി ഒരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ വരുന്നതായിരിക്കും.